Let's start learning English. ഹലോ മക്കളെ, വെൽക്കം ടു ക്ലാസ് 44. എല്ലാവർക്കും 44-ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അറ്റൻഡൻസ് ഇട്ടോളൂ. നമ്മൾ ഇതുവരെ പഠിച്ച ആക്ഷൻ വേർഡ്സിൻ്റെ ബേസ് ഫോമും അതിൻ്റെ അർത്ഥവും ഒന്ന് ഓടിച്ചു വിടാം ടീച്ചറുടെ കൂടെ തന്നെ ഒന്ന് ക്യാച്ച് ചെയ്യാൻ ശ്രമിക്കണേ. ഓക്കെ? റൺ ഓടുക, ജംപ് ചാടുക, ഈറ്റ് തിന്നുക, ബ്രഷ് പല്ലു തേക്കുക, റീഡ് വായിക്കുക, ഡ്രിങ്ക് കുടിക്കുക, വാഷ് കഴുകുക, പ്ലേ കളിക്കുക, സിറ്റ് ഇരിക്കുക, വാക്ക് നടക്കുക, ഗോ പോകുക, കം വരിക, ക്ലൈം കയറുക, ഫ്ലൈ പറക്കുക, സ്വിം നീന്തുക, ടേർ കീറുക, കുക്ക് പാചകം ചെയ്യുക, കട്ട് മുറിക്കുക, റൈറ്റ് എഴുതുക, ലേൺ പഠിക്കുക, സ്റ്റാൻഡ് നിൽക്കുക, സ്ലീപ്പ് ഉറങ്ങുക, ഡാൻസ് നൃത്തം ചെയ്യുക, സിംഗ് പാടുക, പ്രേ പ്രാർത്ഥിക്കുക, ഡ്രോ വരയ്ക്കുക, വെയർ ധരിക്കുക, പുട്ട് ഇടുക, ടേക്ക് എടുക്കുക, സീ കാണുക, വാച്ച് വീക്ഷിക്കുക കാണുക വീക്ഷിക്കുക, ഗ്രോ വളരുക വളർത്തുക, കോം ചീകുക, ബീറ്റ് അടിക്കുക തോൽപ്പിക്കുക, ഹിറ്റ് ഇടിക്കുക, കിക്ക് തൊഴിക്കുക, പ്രിപ്പയർ തയ്യാറാവുക തയ്യാറാക്കുക, മേക്ക് ഉണ്ടാക്കുക, ടീച്ച് പഠിപ്പിക്കുക, ബ്രിങ് കൊണ്ടുവരിക, ബൈ വാങ്ങുക, ബിഗിൻ തുടങ്ങുക ആരംഭിക്കുക, ബിക്കം ആയിത്തീരുക, ഡിഗ് കുഴിക്കുക, ഡു ചെയ്യുക, ഫർഗെറ്റ് മറക്കുക, ഫർഗിവ് പൊറുക്കുക, ഫോൾ വീഴുക, ഫീൽ തോന്നുക, ഫൈറ്റ് വഴക്കിടുക, ഫൈൻഡ് കണ്ടെത്തുക, ഫ്രീസ് തണുത്തുറയ്ക്കുക, ഗിവ് നൽകുക, ഹിയർ കേൾക്കുക, ലിസൺ ശ്രദ്ധിച്ചു കേൾക്കുക, കീപ്പ് വയ്ക്കുക, നോ അറിയുക, ലീഡ് നയിക്കുക, ലെൻഡ് കടം നൽകുക, റൈസ് ഉദിക്കുക ഉയരുക, സെൽ വിൽക്കുക, സ്പെൻഡ് ചെലവഴിക്കുക ചെലവാക്കുക, അഡ്വൈസ് ഉപദേശിക്കുക, പുഷ് തള്ളുക, പുൾ വലിക്കുക, ട്രൈ ശ്രമിക്കുക, ഫ്രൈ പൊരിക്കുക, ക്രൈ കരയുക, ഡ്രൈ ഉണങ്ങുക ഉണക്കുക, ക്ലീൻ വൃത്തിയാക്കുക അഴുക്കകറ്റുക, ടൈഡി അടുക്കി വയ്ക്കുക, ഡസ്റ്റ് പൊടി തട്ടുക, സ്വീപ്പ് തൂത്തുവാരുക അടിച്ചുവാരുക, മോപ്പ് തുടയ്ക്കുക, സ്പീക്ക് ആശയം വ്യക്തമാക്കുക, ടോക്ക് സംഭാഷണം നടത്തുക, ടെൽ പറയുക, സേ പറയുക, ലുക്ക് നോക്കുക, ഹോൾഡ് പിടിക്കുക, ബിൽഡ് നിർമ്മിക്കുക, തിങ്ക് ചിന്തിക്കുക, റീച്ച് എത്തുക എത്തിപ്പിടിക്കുക, കോൾ വിളിക്കുക, ലാഫ് ചിരിക്കുക, ഓപ്പൺ തുറക്കുക, ക്ലോസ് അടയ്ക്കുക, സെൻഡ് അയയ്ക്കുക, റിസീവ് സ്വീകരിക്കുക കിട്ടുക, ത്രോ എറിയുക, ക്യാച്ച് പിടിക്കുക. ഈ ക്യാച്ച് എന്ന് പിടിക്കുകയും ഹോൾഡ് എന്ന് പിടിക്കുകയും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. നമ്മുടെ എയറിലുള്ള എറിയപ്പെട്ട വസ്തു അല്ലെങ്കിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന വസ്തു, ഓക്കെ, അതിനെ പിടിക്കുക എന്നുള്ളതാണ് ക്യാച്ച്. ഇപ്പോൾ ബസ്സിലേക്ക് കയറുന്നു, ട്രെയിനിലേക്ക് കയറുന്നതിനെയൊക്കെ ട്രെയിൻ പിടിക്കുക ബസ് പിടിക്കുക എന്നൊക്കെ പറയില്ലേ, അത് ഈ ക്യാച്ചിൽ പെടും. ഓക്കെ, പിന്നെ അല്ലാതെ എറിഞ്ഞു വരുന്ന സാധനങ്ങൾ, പറന്നു വരുന്ന സാധനങ്ങൾ, ഇതൊക്കെ പിടിക്കുന്നതിനെയാണ് ഈ ക്യാച്ച്. ഹോൾഡ് അതല്ല, അത് ഓർമ്മ വേണം കേട്ടോ. അപ്പം എല്ലാവരും
രണ്ടാമത്തെ അറ്റൻഡൻസ് ഇട്ടോളൂ. നമുക്ക് പുതിയ വാക്കിലേക്ക് പോകാം. മക്കളെ, നമ്മൾ പഠിച്ച ഒരു വാക്കാണ് ലെൻഡ്. LEND, ലെൻഡ്. ഓക്കെ, കടം നൽകുക. ഒരാൾ കടം നൽകിയാൽ വാങ്ങാൻ ഒരാൾ വേണം. അപ്പോൾ ആ വേർബാണ് ബോറോ. ബോറോ, ബോറോ, ബോറോ. കടം വാങ്ങുക. ഇവിടെ ഇടതുവശത്ത് എന്താണ്? ലൈബ്രറി എന്ന് എഴുതി വച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതിനർത്ഥം ആ കുട്ടി ലൈബ്രറിയിൽ നിന്നും ഒരു പുസ്തകം കടം വാങ്ങുകയാണ്. വലതുവശത്ത് എന്താണ്? മുകളിലുള്ള കൈ കൊടുക്കുന്നു, താഴെയുള്ള കൈ വാങ്ങുന്നു. അപ്പോൾ മുകളിൽ എന്താണ് നടക്കുന്നത്? ലെൻഡിങ് അല്ലേ? മുകളിൽ കടം കൊടുക്കുകയാണ്. താഴെയുള്ളതോ ബോറോവിങ്. ബോറോവിങ്. ഓക്കെ, കടം വാങ്ങുന്നു, കടം വാങ്ങുന്നു, കടം വാങ്ങുകയാണ്. ഓക്കെ, അപ്പോൾ ബോറോ, ബോറോ, ബോറോ. ഓക്കെ, കടം വാങ്ങുക. BORROW. BORROW. ബോറോ, ബോറോ. ഓക്കെ, കടം വാങ്ങുക. ബോറോ, ബോറോ. ഇനി എന്താണ്? കടം വാങ്ങി അല്ലേ? കടം വാങ്ങുക, ബോറോ. കടം വാങ്ങി. ഈ ബോറോ എന്ന വാക്കിൻ്റെ അടുത്തേക്കൊരു ED ചേർത്തെഴുതുക. ബോറോഡ്, 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 ബോറോഡ്. ബോറോ, ബോറോഡ്, ബോറോ, ബോറോഡ്, ബോറോ, ബോറോഡ്. ഓക്കെ, V1 form base form borrow, V2 form past form borrowed, V3 form past participle form borrowed. Borrow, borrowed, borrowed, borrow, borrowed, borrowed. V1 form base form borrow, V2 form past form borrowed, V3 form past participle form borrowed. Borrow, borrowed, borrowed, borrow, borrowed, borrowed. ഓക്കെ അല്ലേ മക്കളെ? ഇനി എന്താണ്? കടം വാങ്ങുന്നു, കടം വാങ്ങുന്നു. ബോറോവിങ്, ബോറോവിങ്, ബോറോവിങ്. ഓക്കെ, ബോറോ, ബോറോഡ്, borrowing. Borrow, borrowed, borrowing. Okay, borrow, borrowed, borrowing. Borrowing, കടം വാങ്ങുന്നു. ഓക്കെ, borrow, കടം വാങ്ങുക. borrowed, കടം വാങ്ങി. borrowing, കടം വാങ്ങുന്നു. borrow, കടം വാങ്ങുക. borrowed, കടം വാങ്ങി. borrowing, കടം വാങ്ങുന്നു. ഓക്കെ, V1 form base form borrow, V2 form past form borrowed, V3 form past participle form borrowed, V4 form present participle form borrowing, V5 form third person singular present form borrows. ഈ borrows എന്ന് എഴുതുമ്പോൾ ബേസ് ഫോമിലേക്ക് ജസ്റ്റ് ഒരു S ചേർത്തെഴുതിയാൽ മതിയാവും. ഓക്കെ, borrow, borrowed, borrowed, borrowing, borrows. Borrow, borrowed, borrowed, borrowing, borrows. Okay, borrow, borrowed, borrowed, borrowing, borrows. Okay, V1 form base form borrow, V2 form past form borrowed, V3 form past participle form borrowed, V4 form present participle form borrowing, V5 form third person singular present form borrows. ഓക്കെ അല്ലേ മക്കളെ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ബോറോയെ കൊണ്ടുപോയി സെൻറ്റൻസസിലോട്ടിടാം. ഓക്കെ, I always borrow
books from the library. I always borrow books from the library. I always borrow books from the library. ഞാൻ എപ്പോഴും ഓൾവേസ് എപ്പോഴും ഞാൻ എപ്പോഴും ലൈബ്രറിയിൽ നിന്ന് പുസ്തകം കടം വാങ്ങാറുണ്ട്. ഇത് എൻ്റെ ശീലമാണ്, എൻ്റെ ഹാബിറ്റാണ്, ഞാൻ എപ്പോഴും ചെയ്യുന്ന പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയും എഴുതാം. പക്ഷേ ഇവിടെ ബോറോ എന്നെന്താ പറഞ്ഞേ? അത് ഐ എന്നത് ഫസ്റ്റ് പേഴ്സൺ ആയതുകൊണ്ടാണ്. ഓക്കെ, ഐ ഓൾവേസ് ബോറോ ബുക്സ് ഫ്രം ദ ലൈബ്രറി. ഞാൻ എപ്പോഴും ലൈബ്രറിയിൽ നിന്നും പുസ്തകങ്ങൾ കടം വാങ്ങും. ഞാൻ എപ്പോഴും ലൈബ്രറിയിൽ നിന്ന് പുസ്തകങ്ങൾ കടം വാങ്ങും. ഞാൻ എപ്പോഴും ലൈബ്രറിയിൽ നിന്ന് പുസ്തകങ്ങൾ കടം വാങ്ങും. ഐ ഓൾവേസ് ബോറോ ബുക്സ് ഫ്രം ദ ലൈബ്രറി. ഐ ഓൾവേസ് ബോറോ ബുക്സ് ഫ്രം ദ ലൈബ്രറി. അടുത്തത്, ഷീ ബോറോഡ് എ പെൻ യെസ്റ്റർഡേ. ഷീ ബോറോഡ് എ പെൻ യെസ്റ്റർഡേ. ഷീ ബോറോഡ് എ പെൻ യെസ്റ്റർഡേ. അവൾ ഇന്നലെ ഒരു പേന കടം വാങ്ങി. ബോറോഡ് കടം വാങ്ങി. She borrowed a pen yesterday. She borrowed a pen yesterday. അവൾ ഇന്നലെ ഒരു പേന കടം വാങ്ങി. She borrowed a pen yesterday. She borrowed a pen yesterday. She borrowed a pen yesterday. He has borrowed money on several occasions. He has borrowed money on several occasions. 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 He has borrowed money on several occasions. He has borrowed money on several occasions. He has borrowed money on several occasions. അവൻ പലതവണ പണം കടം വാങ്ങിയിട്ടുണ്ട്. അവൻ പലതവണ പണം കടം വാങ്ങിയിട്ടുണ്ട്. Several occasions. Several occasions. He has borrowed money on several occasions. അവൻ പല അവസരങ്ങളിലും പണം കടം വാങ്ങിയിട്ടുണ്ട്. അവൻ പല അവസരങ്ങളിലും പണം കടം വാങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിൽ അവൻ പല തവണ പണം കടം വാങ്ങിയിട്ടുണ്ട്. അവൻ പല തവണ പണം കടം വാങ്ങിയിട്ടുണ്ട്. ഓക്കെ, he has borrowed money on several occasions. അടുത്തത്, he is borrowing a ladder from his friend. 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 അവൻ അവൻ്റെ സുഹൃത്തിൽ നിന്ന് ഒരു ഏണി കടം വാങ്ങുകയാണ്. അവൻ അവൻ്റെ സുഹൃത്തിൽ നിന്ന് ഒരു ഏണി കടം വാങ്ങുകയാണ്. is borrowing. is borrowing. അവൻ അവൻ്റെ സുഹൃത്തിൽ നിന്ന് ഒരു ഏണി കടം വാങ്ങുകയാണ്. ഈ ഗോവണി, കോണി എന്നൊക്കെ പറയുന്നില്ലേ, ഏണി, അത് തന്നെ. ഓക്കെ, നമ്മുടെ സ്നേക്ക് ആൻഡ് ലാഡേഴ്സ് നമ്മൾ കളിക്കാറില്ലേ, അതിലുള്ള ഏണിയും പാമ്പും, ഏണി. ഓക്കെ, ലാഡർ. ഓക്കെ, ലാഡർ. He is borrowing a ladder from his friend. He is borrowing a ladder from his friend. My sister borrows
clothes from me often. My sister borrows clothes from me often. My sister borrows clothes from me often. എൻ്റെ സഹോദരി പലപ്പോഴും എന്നിൽ നിന്ന് വസ്ത്രങ്ങൾ കടം വാങ്ങാറുണ്ട്. അതവളുടെ ശീലം. വാങ്ങാറുണ്ട്, വാങ്ങും, വാങ്ങുന്നു എന്നൊക്കെ പറയാം. ഓക്കെ. എൻ്റെ സഹോദരി പലപ്പോഴും എന്നിൽ നിന്ന് വസ്ത്രങ്ങൾ കടം വാങ്ങാറുണ്ട്. ക്ലോത്ത്സ്, വസ്ത്രങ്ങൾ. ഓക്കെ. മൈ സിസ്റ്റർ ബോറോസ് ക്ലോത്ത്സ് ഫ്രം മീ ഓഫൻ. മൈ സിസ്റ്റർ ബോറോസ് ക്ലോത്ത്സ് ഫ്രം മീ ഓഫൻ. ഓക്കെ മക്കളെ, എന്ത് ചെയ്യാം? നമുക്ക് ഈ സെൻറ്റൻസസ് ഒക്കെ ഒരു 3 times വായിക്കാം. നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ തന്നെ വായിക്കണേ. ഓക്കെ. I always borrow books from the library. I always borrow books from the library. I always borrow books from the library. She borrowed a pen yesterday. She borrowed a pen yesterday. She borrowed a pen yesterday. He has borrowed money on several occasions. He has borrowed money on several occasions. He has borrowed money on several occasions. He is borrowing a ladder from his friend. He is borrowing a ladder from his friend. He is borrowing a ladder from his friend. My sister borrows clothes from me often. My sister borrows clothes from me often. My sister borrows clothes from me often. ഓക്കെ അല്ലേ മക്കളെ? എന്ത് ചെയ്യാം? ബോറോ എന്ന വാക്കിൻ്റെ V1, V2, V3, V4, V5 ഫോംസ് ഒക്കെ എന്ത് ചെയ്യാം? കോമൻറ്റ് ചെയ്യാം. ഓക്കെ അല്ലേ? നമുക്ക് അടുത്ത വാക്കിലേക്ക് പോകാം. ഓക്കെ. അടുത്ത വാക്കാണ് എൻറ്റർ. എൻറ്റർ, എൻറ്റർ, എൻറ്റർ. ENTER. എൻറ്റർ, പ്രവേശിക്കുക. എൻറ്റർ, പ്രവേശിക്കുക. എൻറ്റർ, എൻറ്റർ, പ്രവേശിക്കുക. ഓക്കെ. ENTER. എൻറ്റർ, പ്രവേശിക്കുക. ചിത്രങ്ങൾ നോക്കൂ. ഒന്ന്, വലതുവശത്ത് എന്താ കാണുന്നത്? ഒരു ലേഡി പ്രവേശിക്കുകയാണ് അല്ലേ? ഷീസ് എൻറ്ററിങ് അല്ലേ? വാതിൽ തുറന്ന് പ്രവേശിക്കുകയാണ്. ലെഫ്റ്റ് സൈഡ് എന്താ കാണുന്നത്? ഒരു സിമ്പൽ അല്ലേ? ഒരു റെക്റ്റാങ്കിളിൻ്റെ അകത്തേക്കൊരു എയറോ കയറി നിൽക്കുന്ന സിമ്പൽ. ഇതെന്താണ്? പ്രവേശിക്കുന്ന ആ ഒരു സിമ്പലാണത്. ഓക്കെ. എൻറ്റർ നമ്മളിപ്പോൾ ഓൺലൈൻ ഫോം ഫില്ല് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഓൺലൈനിൽ ഏതെങ്കിലും വെബ്സൈറ്റിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മൾ കാണാറുണ്ട് അല്ലേ ഈ സിമ്പൽ, ആ ഒരു ബട്ടണിൽ അല്ലേ? എൻറ്റർ, എൻറ്റർ, ENTER. എൻറ്റർ, 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 എൻറ്റർ. ഓക്കെ. ഇനി നമുക്ക് എന്ത് പറയണം? പ്രവേശിച്ചു. എൻറ്റർഡ്, എൻറ്റർഡ്, എൻറ്റർഡ്. പ്രവേശിച്ചു. എൻറ്റർഡ്, 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 എൻറ്റർഡ്. പ്രവേശിച്ചു, പ്രവേശിക്കപ്പെട്ടു. ഓക്കെ. എൻറ്റർഡ്, പ്രവേശിച്ചു, പ്രവേശിക്കപ്പെട്ടു. ഓക്കെ. V1 form base form enter, V2 form past form entered, V3 form past participle form entered. Enter, entered, entered. Enter, entered, entered. Enter, entered, entered. V1 form base form enter, V2 form past form entered, V3 form past participle form entered. V1 form base form enter, V2 form past form entered, V3 form past participle form entered.
enter, entered, entered. ഇനി എന്താണ്? പ്രവേശിക്കുന്നു. പ്രവേശിക്കുന്നു. enter, ring, enter, ring, enter, ring, entering, entering, okay, entering, enter, ring, entering, enter, entered, entering, enter, പ്രവേശിക്കുക, entered, പ്രവേശിച്ചു, entering, പ്രവേശിക്കുന്നു, enter, പ്രവേശിക്കുക, entered, പ്രവേശിച്ചു, entering, പ്രവേശിക്കുന്നു, enter, entered, entering, enter, entered, entering, enter, പ്രവേശിക്കുക, entered, പ്രവേശിച്ചു, entering, പ്രവേശിക്കുന്നു, okay, enter, entered, entering. V1 form base form enter, V2 form past form entered, V3 form past participle form entered, V4 form present participle form entering, V5 form third person singular present form enters. Enter, entered, entered, entering, enters. V1 form base form enter, V2 form past form entered, V3 form past participle form entered, V4 form present participle form entering, V5 form third person singular present form enters. Enter, entered, entered, entering, enters. Enter, entered, entered, entering, enters. Enter, entered, entered, entering, enters. V1 form base form enter, V2 form past form entered, V3 form past participle form entered, V4 form present participle form entering, V5 form third person singular present form enters. ഓക്കെ അല്ലേ മക്കളെ? എന്ത് ചെയ്യാം? നമുക്ക് എൻറ്റർ എന്ന വാക്കിനെ കൊണ്ടുപോയി സെൻറ്റൻസസിലോട്ടിടാം. ഓക്കെ, പ്ലീസ് എൻറ്റർ യോർ പാസ്വേഡ്. പ്ലീസ് എൻറ്റർ യോർ പാസ്വേഡ്. പ്ലീസ് എൻറ്റർ യോർ പാസ്വേഡ്. ദയവായി നിങ്ങളുടെ പാസ്വേഡ് നൽകുക, പ്രവേശിപ്പിക്കുക, എൻ്റർ ചെയ്യുക. ഓക്കെ, പ്ലീസ് എൻറ്റർ യോർ പാസ്വേഡ്. പ്ലീസ് എൻറ്റർ യോർ പാസ്വേഡ്. They entered the room quietly. They entered the room quietly. They entered the room quietly. അവർ നിശബ്ദമായി മുറിയിലേക്ക് പ്രവേശിച്ചു. അവർ നിശബ്ദമായി മുറിയിലേക്ക് പ്രവേശിച്ചു. They entered the room quietly. They entered the room quietly. അടുത്തത്, he has entered several competitions. He has entered several competitions. He has entered several competitions. Competitions. Okay? Competitions. Competitions. അതിൽ ടി എന്നുള്ളതിനാണ് കുറച്ച് സ്ട്രെസ് വേണ്ടത്. ഓക്കെ, സ്ട്രെസ് വേണ്ടത് ടി എന്നുള്ളതിനാണ്. competitions. He has entered several competitions. 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 Okay, he has entered
several competitions. Okay? അവൻ നിരവധി മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഹാസ് entered. ഹാസ് entered. ഹാസ് entered. പ്രവേശിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അർത്ഥം. അതിന് നമ്മൾ മലയാളത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളതിലേക്ക് നമ്മൾ എഴുതുന്നു എന്നാണ്. ഓക്കെ, ഹി ഹാസ് entered several competitions. Okay, he has entered several competitions. ഒരിക്കലും ended എന്ന വാക്കുമായിട്ട് entered എന്ന വാക്കിനെ മിക്സ് ചെയ്യരുത്. ദിസ് ഇസ് entered. Entered. Okay, he has entered several competitions. അവൻ നിരവധി മത്സരങ്ങളിൽ പ്രവേശിച്ചിട്ടുണ്ട്, പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ള അർത്ഥം. ഓക്കെ, ഹി ഹാസ് entered several competitions. He has entered several competitions. അവൻ നിരവധി മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. He has entered several competitions. Okay, competitions. He has entered several competitions. Com എന്ന് നീട്ടണ്ട, com. Okay, competitions. Okay, competitions. He has entered several competitions. അടുത്തത്, the students are entering the classroom now. 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 വിദ്യാർത്ഥികൾ ഇപ്പോൾ ക്ലാസ് മുറിയിലേക്ക് പ്രവേശിക്കുകയാണ്. The students are entering. The students are entering. The students are entering. വിദ്യാർത്ഥികൾ പ്രവേശിക്കുകയാണ്. വിദ്യാർത്ഥികൾ പ്രവേശിക്കുന്നു. അവിടെ ARE എന്ന് വന്നത് എന്തുകൊണ്ടാണ്? സ്റ്റുഡൻസ് പ്ലൂറൽ ആയതുകൊണ്ടാണ്, ഒന്നിൽ കൂടുതൽ പേര് ഉള്ളതുകൊണ്ടാണ്. ഓക്കെ, the students are entering the classroom now. The classroom now. The students are entering the classroom now. വിദ്യാർത്ഥികൾ ഇപ്പോൾ ക്ലാസ് മുറിയിലേക്ക് പ്രവേശിക്കുന്നു. വിദ്യാർത്ഥികൾ ഇപ്പോൾ ക്ലാസ് മുറിയിലേക്ക് പ്രവേശിക്കുകയാണ്. Okay, the students are entering the classroom now. The students are entering the classroom now. Okay. She enters the building through the back door. 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 Enter എന്നിട്ട് enters. Okay, enters. She enters the building through the back door. She enters the building through the back door. അവൾ പിൻവാതിലിലൂടെ കെട്ടിടത്തിലേക്ക് പ്രവേശിക്കുന്നയാളാണ്, പ്രവേശിക്കാറുണ്ട്, എങ്ങനെയും എഴുതാം. അതവളുടെ ശീലമാണ്, ഹാബിറ്റാണ്. അവൾ അങ്ങനെയാണ് കയറുക. ബിൽഡിങ്ങിലേക്ക് അവൾ പിറകുവശത്തെ വാതിൽ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ കയറാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഷീ enters the building through the back door. She enters the building through the back door. Okay, അവൾ
പിൻവാതിലിലൂടെ കെട്ടിടത്തിലേക്ക് പ്രവേശിക്കുന്നു അല്ലെങ്കിൽ പ്രവേശിക്കാറുണ്ട്. ഓക്കെ, ഷീ എൻറ്റേഴ്സ് ദ ബിൽഡിംഗ് ത്രൂ ദ ബാക്ക് ഡോർ. ഷീ എൻറ്റേഴ്സ് ദ ബിൽഡിംഗ് ത്രൂ ദ ബാക്ക് ഡോർ. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? നമുക്ക് ഈ സെൻറ്റൻസസ് ഒക്കെ വായിക്കാം. ഒരു 3 തവണ വായിക്കാം ടീച്ചറുടെ കൂടെ തന്നെ നിങ്ങളും വായിക്കുക. ഓക്കെ, പ്ലീസ് എൻറ്റർ യുവർ പാസ്വേഡ്. Please enter your password. Please enter your password. They entered the room quietly. 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 He has entered several competitions. 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 The students are entering the classroom now. 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 She enters the building through the back door. She enters the building through the back door. She enters the building through the back door. ഓക്കെ അല്ലേ മക്കളെ? എന്ത് ചെയ്യാം? എൻറ്റർ എന്ന വാക്കിൻ്റെ V1, V2, V3, V4, V5 ഫോംസ് ഒക്കെ ഇവിടെ കോമൻറ്റ് ചെയ്യാം. ഓക്കെ അല്ലേ? ഓക്കെ മക്കളെ, ഇന്ന് നമ്മൾ പഠിച്ചത് 2 പുതിയ വാക്കുകളാണ്. ബോറോ, എൻറ്റർ. ബോറോ, എൻറ്റർ. എൻറ്റർ എന്നുള്ള വാക്ക് ഞാൻ മുൻപ് എൻ്റെ ഒരു സ്റ്റുഡൻറ്റിനെ പഠിപ്പിക്കുമ്പോൾ അവൻ ചോദിച്ചൊരു ചോദ്യമാണ്, ടീച്ചറെ അവരെന്തിനാണ് ഈ ആർ എന്ന വാക്ക് അവിടെ എൻറ്റർ എന്ന വാക്കിൻ്റെ അവസാനത്ത് കൊണ്ടുവച്ചത്? അതിൻ്റെ ഉത്തരം എനിക്കും അറിയില്ല. അത് ആ ഭാഷ ഉണ്ടാക്കിയ ആളുകളുടെ വിഷയമാണ്. എന്തായാലും ENTER എന്ന വാക്കിന് നമ്മൾ എൻറ്റർ എന്നാണ് വായിക്കുക. ഓക്കെ, ബോറോ, 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 ബോറോ. ഓക്കെ, കടം വാങ്ങുക. ബോറോ, കടം വാങ്ങുക. ബോറോ. ഓക്കെ, കടം വാങ്ങുക. എൻറ്റർ, പ്രവേശിക്കുക. എൻറ്റർ, പ്രവേശിക്കുക. ഓക്കെ, ബോറോ, കടം വാങ്ങുക. V1 form base form borrow. V2 form past form borrowed. V3 form past participle form borrowed. V4 form present participle form borrowing. V5 form third person singular present form borrows. Borrow, borrowed, borrowed, borrowing, borrows. Borrow, borrowed, borrowed, borrowing, borrows. ഓക്കെ, ഇനി അടുത്തതാണ് എൻറ്റർ, പ്രവേശിക്കുക. എൻറ്റർ, പ്രവേശിക്കുക. പ്രവേശിപ്പിക്കുക എന്നുള്ളതും എൻറ്റർ എന്ന് നമ്മൾക്ക് പറയാൻ പറ്റും. ഓക്കെ, പ്രവേശിപ്പിക്കുക എന്നുള്ളതും നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, എൻറ്റർ, പ്രവേശിക്കുക, പ്രവേശിപ്പിക്കുക. ഓക്കെ, V1 form base form enter. V2 form past form entered. V3 form past participle form entered. V4 form present participle form entering. V5 form third person singular present form enters. Enter, entered, entered, entering, enters. Enter, entered, entered, entering, enters. Enter, entered, entered, entering, enters. ഓക്കെ, ഓക്കെ അല്ലേ മക്കളെ? എന്ത് ചെയ്യാം? V1, V2, V3, V5 ഫോംസ് ഏതിൻ്റെയൊക്കെ? ബോറോ, അതുപോലെ തന്നെ എൻറ്റർ. ഈ 2 വാക്കിൻ്റെയും എല്ലാ ഫോംസും ഇവിടെ കോമൻറ്റ് ചെയ്യാം. ഓക്കെ, ഇന്ന് നമുക്ക് റേസ് നടത്തണ്ടേ? ഇന്ന് ടീച്ചറിൻ്റെ തൊണ്ടയ്ക്ക് കുറച്ച് പവർ ഫീൽ ആവുന്നുണ്ട്. അതുകൊണ്ട് എന്തായാലും ഞാൻ താഴ്ന്ന് തന്നെ തുടങ്ങാം. ഓക്കെ, അവസാനത്തെ വാക്ക് വെച്ച് നമുക്ക് പിറകിലോട്ട് പോകാം. ഓക്കെ, റെഡിയല്ലേ? എല്ലാവരും കൈയും കാലും ഒക്കെ ഒന്ന് അനക്കി ഉഷാറായി റെഡിയായി നിൽക്കുക. ഓക്കെ, ഓക്കെ മക്കളെ, നമുക്ക് തുടങ്ങാം.
Ready? 1, 2, 3, start. Catch, caught, caught, catching, catches. Throw, threw, thrown, throwing, throws. Receive, received, received, receiving, receives. Send, sent, sent, sending, sends. Close, closed, closed, closing, closes. Open, opened, opened, opening, opens. Laugh, laughed, laughed, laughing, laughs. Call, called, called, calling, calls. Reach, reached, reached, reaching, reaches. Think, thought, thought, thinking, thinks. Build, built, built, building, builds. Hold, held, held, holding, holds. Look, looked, looked, looking, looks. Say, said, said, saying, says. Tell, told, told, telling, tells. Talk, talked, talked, talking, talks. Speak, spoke, spoken, speaking, speaks. Mop, mopped, mopped, mopping, mops. Sweep, swept, swept, sweeping, sweeps. Dust, dusted, dusted, dusting, dusts. Tidy, tidied, tidied, tidying, tidies. Clean, cleaned, cleaned, cleaning, cleans. Dry, dried, dried, drying, dries. Cry, cried, cried, crying, cries. Fry, fried, fried, frying, fries. Try, tried, tried, trying, tries. Pull, pulled, pulled, pulling, pulls. Push, pushed, pushed, pushing, pushes. Advise, advised, advised, advising, advises. Spend, spent, spent, spending, spends. Sell, sold, sold, selling, sells. Rise, rose, risen, rising, rises. Lend, lent, lent, lending, lends. Lead, led, led, leading, leads. Know, knew, known, knowing, knows. Keep, kept, kept, keeping, keeps. Listen, listened, listened, listening, listens. Hear, heard, heard, hearing, hears. Give, gave, given, giving, gives. Freeze, froze, frozen, freezing, freezes. Find, found, found, finding, finds. Fight, fought, fought, fighting, fights. Feel, felt, felt, feeling, feels. Fall, fell, fallen, falling, falls. Forgive, forgave, forgiven, forgiving, forgives. Forget, forgot, forgotten, forgetting, forgets. Do, did, done, doing, does. Dig, dug, dug, digging, digs. Become, became, become, becoming, becomes. ബാക്കി മക്കൾ വായിക്കണേ, വായിക്കാതിരിക്കരുത്. ഓക്കെ, മുഴുവനായും വായിക്കണം. പ്രാക്ടീസാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത്. ഓക്കെ, അപ്പോൾ മക്കളെ എല്ലാവർക്കും
ഹാപ്പി ലേണിംഗ് പ്രസൻറ്റ് ഇട്ട് ഇറങ്ങിക്കോളൂ. ബൈ.